വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ സ്വാഗതം ചെയ്യുകയാണ്. 15/4/2024 വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 7:58 AM. സോറി, നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്ത് യുണീക്കായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലേ. നമ്മൾ പെയ്ഡായിട്ട് ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. കാശ് കൊടുത്ത് നിങ്ങൾക്ക് കാൾ തരാം, നിങ്ങൾ പണക്കാരനാവാം, കോടീശ്വരനാവാം, അങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊന്നും ചെയ്യാത്ത ഒരു ചാനലാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ യുണീക്കായിട്ടാണ് മാർക്കറ്റിനെ നോക്കുന്ന രീതി തന്നെ ഡിഫറൻ്റാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് പ്രൊഫൈലിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇതിൻ്റെ ലെവൽസൊക്കെ പറയുന്നത്. വേറെ ഒന്നും നമ്മൾ വലുതായിട്ട് നോക്കാറില്ല. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പ്ലസ് പ്രൈസ് ആക്ഷനാണ്. അത് എല്ലാവരും നോക്കുന്നുണ്ട്. എല്ലാ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സും, വലിയ ട്രേഡേഴ്സ് എല്ലാവരും മാർക്കറ്റ് പ്രൊഫൈൽ പ്ലസ് പ്രൈസ് ആക്ഷൻ നോക്കി തന്നെയാണ് അവരുടെ എൻട്രീസും എക്സിറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് നിറച്ച ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കണം, എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിന് നമ്മൾ ചെറുതായിട്ടുള്ളൊരു ഫീസാണ് പറഞ്ഞത്. ഗൂഗിൾ ചെയ്ത് നോക്കുക. മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാനായിട്ട് ഫീസ് വാങ്ങിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടാൽ നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ വേണ്ടെന്ന് പറഞ്ഞ് പോകും. കാര്യത്തിൽ അത്രയ്ക്കും അടിപൊളി സാധനമാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ. പഠിച്ചിറങ്ങിയ അതിനുശേഷം കുറച്ച് ദിവസം സ്ക്രീൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വേറെ ഒരു ചാർട്ട് പാറ്റേണിലും കിട്ടത്തില്ല. അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, നമ്മൾ അതിലോട്ട് പോകണ്ട. അപ്പം എനിക്ക് മോട്ടിവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ലൈക്സും കമൻസും ഒക്കെ തന്നാൽ എനിക്കൊരു ഒരു ഉന്മേഷമുണ്ടാവും. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലൈക്സ്, കൂടുതൽ ഷെയർസൊക്കെ നമ്മൾ ലൈവ് ഒബ്സർവേഷനൊന്നും ആരും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. പെയ്ഡൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ലൈവ് ഒബ്സർവേഷൻ ഇത്രയ്ക്ക് അക്യൂറസി, അതും ഏത് ഇതെടുക്കണം, സിയിൽ ഏതെടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 48 ഓർക്കുന്നോന്ന് എനിക്കറിഞ്ഞൂടാ. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു. 48ൻ്റെ ഒരു PE രാവിലെ അതിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചപ്പോൾ 48,900ൻ്റെ PE നമ്മൾ രാവിലെ തന്നെ അതിനകത്ത് കൊടുത്തിരുന്നു. ഇപ്പം കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു 250 പോയിൻറ്റ്സിൻ്റെ മൂവേ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തന്നുള്ളൂ. പക്ഷേ ഈ 250 പോയിൻറ്റ്സിൻ്റെ മൂവിൽ നമ്മൾ പറഞ്ഞ 48,900 100 പോയിൻറ്റ്സിൻ്റെ മൂവ് തന്നു. നമ്മൾ പറഞ്ഞ സമയം 305 48,900 PE 305. അത് 400 കഴിഞ്ഞു പോയി. 450 അടിപ്പിച്ചെന്നു. വെറും 250 പോയിൻറ്റിൻ്റെ ഓവറോൾ ഫ്യൂച്ചർ മൂവിൽ നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിന് കിട്ടിയത് 150 പോയിൻറ്റ്സാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനകത്ത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ലൈവിൽ നമ്മൾ ഒബ്സർവേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയറിയാണ്. കാരണം ബുധനാഴ്ച നമുക്ക് മാർക്കറ്റ് അവധിയാണ്. ബുധനാഴ്ച മാർക്കറ്റ് ഇല്ല, അവധിയാണ്. അതുകൊണ്ട് നാളെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ എക്സ്പയറിയാണ്. അതും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട്. ഒരു 500 പോയിൻറ്റിൻ്റെ മൂവ് ഷുവറായിട്ടും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തരും. 250 നിന്ന് 500 പോയിൻറ്റ് ഷുവറായിട്ട് ഇന്ന് തന്നേ പറ്റും. അത് വൺ സൈഡ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ചാൻസസ് വളരെ അധികമാണ്. അങ്ങനെ വരുന്ന പക്ഷത്തിൽ നമ്മൾ ഓൾറെഡി ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്, 48,000 എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ്, അതായത് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ, അതായത് ഇന്നലത്തെ ക്ലോസിൻ്റെ താഴെയോ അവിടെ എങ്ങാനും ഓപ്പൺ ആയാൽ, അതാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്ഥലം 48,600 വയ്ക്കാം. ഓക്കെ, ഈ സ്ഥലം ഇത് മൾട്ടി ഡേ ലോ ബ്രേക്കൗട്ട് എന്ന് പറയും. 48,600 എന്ന് പറയുന്നത് മൾട്ടി ഡേ ബ്രേക്കൗട്ട് എന്ന് പറയും. മൾട്ടി ഡേ ലോ ബ്രേക്കൗട്ട്. സോ ഇത് ബ്രേക്കൗട്ട് തന്നാൽ ഇവിടെ സെല്ലേഴ്സ് ഡോമിനൻ്റ് ആണ്, സെല്ലർ കോൺഫിഡൻ്റ് ആണ്. അവർ നേരെ 450, 18,450 അതിനുശേഷം ഒരു 48,450, 48,200 ഈ വാല്യൂ ഏരിയ ലോ, ഇത് 48,200 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പെട്ടെന്ന് കൂടുതലാണ്. അതിനുശേഷം നമുക്ക് ഈ ലോ, അതായത് 48,000 എന്ന് പറയുന്ന ഈ ലോ
നമ്മൾ കുറേ ദിവസം കൊണ്ടേ പറയുകയാണ് ഈ ലോ വീക്ക് എന്ന് പറയുന്നുണ്ട്. സോ ഇതും താഴോട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇന്ന് താഴോട്ട് തന്നെയാണ് നോക്കുന്നത്. അതിന് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ലെവൽ 48,600 കാരണം ഇത് മൾട്ടി ഡേ ലോ ആയിട്ട് വരും. ഇതിന് താഴെ ഓപ്പൺ ഹോൾഡ് ചെയ്താൽ നല്ലൊരു ഫാള് താഴോട്ട് നമുക്ക് കിട്ടും. 47,900 പോയാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല, അതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് 47,900 വന്ന് ടെസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടാനായിട്ട് ഒന്നും ഇല്ല. ഈ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടാനില്ല. സോ അത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് മോണിറ്റർ ചെയ്യുക എവിടെയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആകുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് തന്നെ മുകളിലോട്ടാണെങ്കിലോ, അതായത് ഈ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളിന് മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ, ഈ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളിന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ഹോൾഡ് ചെയ്താൽ ഇന്ന് നമുക്ക് 49,200 അല്ലെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് 48,950 ഈ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. രാവിലെ തന്നെ 48,950 ഈ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഒരു ഒരു കാന്തമായിട്ട് വർക്ക് ചെയ്യും, മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം 49,200 നമുക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് ആൾ ടൈം ഹൈക്ക് മുകളിൽ നമുക്കൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നോക്കാവുന്നതാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.